അല്ല മണി, നീ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് നീ വാ. നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇല്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തോ ഒരു ഇത്, നീ അച്ഛൻ്റെ കാര്യം കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് നീ വാ. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ആണോ? ആ, എന്നാ നീ വേഗത്തിൽ വന്നോ. പിള്ളേരുണ്ട് ഇവിടെ. ഓ, കുഴപ്പമൊന്നുമില്ല. രാമനും ഉണ്ണിയോ അവനെ കൊണ്ടല്ലോ, ഉണ്ട്, കുഴപ്പമില്ല. ഓ, കഴിക്കുന്നുണ്ട്. ശരിയെന്നാ, ഓക്കെടി. രാമ, അല്ല, ഞാൻ മണിയെ വിളിച്ച് പറയായിരുന്നു, അവളില്ലാത്തോണ്ട്. ആരും ഇല്ലാത്ത. പോടാ. എടേ, നീ എന്തായിരുന്നാലും മാമന് ഡ്രസ്സ് വാങ്ങിച്ചു, നന്നായി. മാമനും സന്തോഷമായി കാണും. അതല്ല, എനിക്കറിയാം ഡ്രസ്സൊന്നും ഇല്ലാതാണ് വന്നതെന്നുള്ളത്. എടുത്തൊന്നും ഇല്ലെന്ന്. ഞാനേ അണ്ണൻ വന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ വയ്യ, ക്ഷീണം പോലെ എന്നൊക്കെ. ടെൻഷൻ അടിച്ച്. അല്ല, ഞാനും പേടിച്ചു പോയി. സാധാരണ ഉണ്ണിയോ അങ്ങനെയല്ലേ, നല്ല ഉഷാറായിട്ട് നടക്കണല്ലേ. ഇത് ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു, ഉഷാറില്ല. ഉഷാർ നടക്കണേ ഞാൻ പറഞ്ഞാൽ എന്റെ തലേ കയറിയല്ലേ ഉഷാർ വരുവുള്ളൂ. അല്ല, നിന്നെ കാണുമ്പം ഒന്നും രണ്ടും പറഞ്ഞ് ചൊറിഞ്ഞു വരുമ്പോഴത്തേക്ക് എനർജി കയറും. എനിക്കത് മനസ്സിലായി, അതല്ലേ ഞാൻ പെട്ടെന്ന് വിളിച്ചത്. അങ്ങനെ പറയാതിരുന്നാലും എനിക്ക് ടെൻഷനാണ് കേട്ടോ. ഇപ്പൊ കേട്ടെ എന്താ പറഞ്ഞു? എന്താണ് ബാലസംഘം? ബാലസംഘം എന്താണ്? എന്തൊക്കെയായിരുന്നു നേരത്തെ? ഞങ്ങളവിടുന്ന് കേട്ട് ഉഷാറുണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ? വഴക്കും അടിയൊക്കെ. ഉഷാറുണ്ടാക്കേ. ഓ, കണ്ടോണ്ടിരുന്ന ഞങ്ങള് മണ്ടന്മാരല്ലേ? നിങ്ങളെ മണ്ടന്മാരാവാനല്ല സംഭവം. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞില്ലേ ടെൻഷൻ ആവും. ഇങ്ങനെ ചത്തുകുത്തിയിരിക്കണ കാണുമ്പോൾ പേടിയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ് നിന്നോട്. പക്ഷെ നിന്നെ കാണുമ്പോ ഞാൻ പുറത്തോട്ട് വരണം ഇങ്ങനെയാണെന്നേ ഉള്ളൂ, ചീത്തവിളിയായിട്ടാണെന്ന്. നിന്നെ കാണുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. അപ്പോഴേ മാമനും ഒരു രണ്ടുപേരും കൊച്ചു പിള്ളേര് KG പഠിക്കണം. അപ്പൊ ഇതങ്ങ് പിടിച്ചു പോയ ഈ ഡ്രസ് പിടിച്ചു പോയാ? ഞാൻ മനപ്പൂർവ്വം എടുത്തിട്ടേ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട ഇതട്ട്. എന്തിനു നരത്ത്? എന്താണത്? നീട്ടുണ്ടോ? എനിക്ക് വേണ്ട. സ്കൈ ബ്ലൂ കളറിന് എന്തൊരു കുഴപ്പം? നല്ല കളറപ്പോ ഇതാ മാമന് വേണ്ടി മാറ്റിട്ട് വന്നല്ലേ. ഓ, എന്തൊരു ചമ്പ് വാങ്ങിച്ചോണ്ടെന്നാലും ഞാൻ ഇടണോ? എനിക്ക് എടുത്തു തന്നാ നല്ല തുണി എടുത്തു തരണം. എനിക്കല്ലാതെ ഇങ്ങനത്തെ കൂതറ തുണി എനിക്ക് വേണ്ട. ഇത് കൂതറ തുണി മീറ്ററിന് ഇത്ര വില? അങ്ങനെ ഇത് കൂതറ തുണി ഒരു തുണിയുണ്ടോ കടയിൽ പോയി വാങ്ങിക്കുമ്പോ? നമ്മൾക്ക് ഓരോന്ന് കാണുമ്പോ അറിയാലേ കൂതറയാണ് നല്ലതാണ്. ഇട്ടിങ്ങനെ അങ്ങനെ കൊള്ളാമോ? ഇങ്ങനെ എന്റെ ഗതി കൊണ്ട് ഞാൻ ഇട്ടോത്. എന്തായാലും ഇത് ഇടൂല. ഗതി കൊണ്ടിട്ടാലും നീ കായ് കൊടുത്ത് വാങ്ങിച്ചേ. കായ് കൊടുത്ത് വാങ്ങിച്ചേ നല്ല തുണി വാങ്ങിച്ചു തരണം. അല്ല, നിന്റെ ഓപ്പല ഇതൊന്നും വേണ്ട എനിക്ക്. ഇപ്പൊ ഇതിനെന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? ഇത് കൊള്ളൂല. നല്ല കടയിൽ നിന്ന് മേടിച്ചത്. നല്ല കട നല്ലതായിരിക്കും, തുണി കൊള്ളൂല. മാമ, അതിന് കുഴപ്പം എന്തോന്നു മാമ? ചുമ്മാ കുറച്ച് നേരത്തെ പറഞ്ഞു. എന്റെ പൊന്ന്, നിനക്കൊക്കെ തുണിയെ നോക്കി എടുക്കാൻ അറിയാടാ. നീ എന്നെയും കൂടെ കൊണ്ടുപോകാ. എന്നെയും കൂടെ കൊണ്ടുപോയി നല്ല തുണി എടുക്കുമായിരുന്നു. വെറുതെ ഇവന്റെ പൈസ പോണത് ഇങ്ങനെയാണ്. എനിക്ക് വേണ്ടേ? പൈസ പോണെങ്കിൽ എന്തൊരു കളർ വേണം? എന്തൊരു കളർ വേണോ ഞാൻ പറയുന്നില്ല. എടുത്തോണ്ട് വന്നാ നല്ല തുണി എടുത്തു. സിൽക്ക് മതിയാ? സിൽക്കാ കുലുക്ക അതൊന്നും എനിക്കറിയില്ല. അയ്യോ, ഭയങ്കര സ്മിത സിൽക്ക് ഇതേ അത് പെണ്ണുങ്ങളെ പേര് ഇപ്പൊ ഒന്നുമില്ലെന്ന് പറയുമ്പോ ഇതിട്ടൂടി. ഒന്നുമില്ലെങ്കിൽ ഇത് അത് നീ മാറ്റി തരുന്ന കൂതറൊക്കെ ഞാൻ കൊണ്ട് അടക്കണം. അതിനെക്കാട്ടി കൊള്ളായത്. കൊച്ചു പിള്ളേരുടെ ചെറു മക്കളാണ്, കുഴപ്പമില്ല. നിന്നെ നാട്ടിക്കുന്നില്ല. വേറെ തുണി മാറ്റി തരൂ? ഇല്ല. രവി, മാമ, ഞാൻ വാങ്ങിച്ചു തരാം. അല്ല, നീ വാങ്ങിച്ചേ, ഇവ വാങ്ങിച്ചു. ഇവന്റെ പൈസ എങ്ങനെ പോണ? പിടി കൊണ്ടുപോ. നീ കിട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോ ഞാൻ റോട്ടിൽ പോകും. റോട്ടിൽ പോകും. കുറച്ച് കഴിയുമ്പോ റോട്ടിൽ പോകണം. അതാണ് കാര്യം. കഥ അതൊന്നുമില്ല. ഇവന്നെ ഇതെന്തൊരു കാണിച്ചത്? എടാ, ഭൂരിവിധം മര്യാദ കണ്ടടാ. സ്വന്തം തന്തയ്ക്ക് മാറ്റി കൊടുക്കുന്ന തുണിയാണ്. നിങ്ങളടുത്ത് നൂറ്റ് നോക്കി ഒരു കൈ ചെറുത്, ഒരു കൈ വലുത്. അത് നിങ്ങളെ കൈ കുഴപ്പമായിരിക്കും. കൈയോടെ പോ. നിന്നെ ഒരു കൈ ചെറു കമ്പനിക്കാരങ്ങനെ ഇറക്കും. ഒരു കൈ അവ കമ്പനിക്ക് തെറ്റുവിട്ടുന്ന പറ്റൂല. ചെറുതും വലുതും ആവൂല. പിന്നെ നമ്മൾ നോക്കാതല്ലേ വാങ്ങിച്ചത്. നമ്മള് നോക്കി തന്നെ എടുത്തത്. പിന്നെ കൈ ചെറുത് വലുത് വരുന്നത്. ഞാൻ എവിടെ വായി വായിക്കും എന്റെ അടുത്ത് മടക്കി വെച്ച് കൊണ്ടുപോകും. എനിക്കറിയാം എന്തിനാണ് ഇതിൽ വലുത്. ചെറിയൊരു വായു അടിച്ചു വിട്ടോളൂ. എന്ത് കിട്ടിയാലും. എന്ത് കിട്ടിയാൽ അടിച്ചു കിട്ടുള്ളൂ? എന്താടേ പറഞ്ഞത്? ഇതിപ്പോ വേണോ? ഇപ്പം
എനിക്കാണ് ഞാൻ പറഞ്ഞില്ല എന്നെന്തരെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇടാൻ വയ്യല്ല തനി കൂടെ ഞാൻ കാണിച്ചാൽ ഞാൻ ഇതുകൊണ്ട് ഗോമാവന് കൊടുക്കാം ഗോവന് കൊടുക്കാനാ അപ്പൊ ഇതെന്ന് പറഞ്ഞാ, തനി കുളം കാണിച്ചു തരാന്ന്. ഗോവന് കൊടുക്കാൻ പോണത് ആ ഇപ്പൊ ഞാൻ എന്റെ തനിക്കുള്ള കാണിച്ചതാടാ എന്റെ അടുത്താണ് നിന്റെ വേല. ഈ വയസ്സാവും തോറേ കൊച്ചു കുട്ടികളുടെ മനസ്സാവും പറഞ്ഞത് ഇതുപോലെയാണല്ലേ. അങ്ങനെ പറയും. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം. അച്ഛനെങ്ങാനും വയസ്സാകുമ്പോ ഇമ്മാതിരി സ്വഭാവം കാണിച്ചോണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നാ ഞങ്ങളുടെ തനി കുളം കാണുവച്ച